നബിയുടെ നാവ്, ആ നാവ് കൊണ്ട് നബി പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. നേരത്തെ പറഞ്ഞ കേവലം 5 മുഴം മാത്രം ഉയരമുള്ള റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളി, ആ പള്ളിയിൽ അള്ളാഹിന്റെ റസൂൽ ഇരിക്കുമ്പോ ലോകത്തെ ഒരൊറ്റ പള്ളിക്കും മിനാരമില്ല. ഒരൊറ്റ പള്ളിക്കും മിനാരമില്ല ലോകത്ത്. ലോകത്ത് പള്ളിക്ക് മിനാരം വെക്കാൻ തുടങ്ങിയ തുർക്കികളാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, സഹാബത്ത് കഴിഞ്ഞ്, താബിഈകൾ കഴിഞ്ഞ്, തബഉ താബിഈകൾ വന്ന്, ഖിലാഫത്ത് കഴിഞ്ഞ്, അവസാനം തുർക്കികളുടെ കയ്യിൽ ആ ഖിലാഫത്ത് എത്തിയ കാലഘട്ടത്തിലാണ് ലോകത്ത് ആദ്യമായി പള്ളികൾക്ക് മിനാരം ഉണ്ടാക്കാൻ തുടങ്ങിയത്. മിനാരം എന്നുള്ളത് ഒരു നബിയുടെ പള്ളി നിർമ്മാണത്തിലടുത്ത് മിനാരമില്ല. മിനാരം മനാറ എന്ന ഒരു പ്രയോഗം അള്ളാഹുവിന്റെ റസൂൽ നടത്തുന്നത് ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഈസാ നബി വരുന്ന രംഗത്ത് മാത്രമാണ്. മിനാരം, നമ്മൾ സാധാരണ മിനാരം എന്ന് പറയുന്നത്, മിനാരം എന്ന് നബി പറയുന്നത് ഇവിടെ മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരൊറ്റ പള്ളിക്ക് ലോകത്ത് മിനാരമില്ല. സഹാബത്തിന്റെ കാലത്ത് മിനാരമില്ല, താബിഈകളുടെ കാലത്ത് മിനാരമില്ല, തബഉ താബിഈകളുടെ കാലത്ത് മിനാരമില്ല. അവിടെ ഒന്നും മിനാരില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഈസാ നബിയെ പറ്റി പറയുമ്പോൾ ആ ഈസാ നബി വന്നിറങ്ങുന്ന പള്ളി, ആ പള്ളിയെ പറ്റി, ആ സ്ഥലത്തെ പറ്റി റസൂലുള്ള പറയുന്നിടത്ത് പറയുന്നത് ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാ, വെള്ള മിനാരത്തിന്റെ സമീപത്ത് അല്ലാഹുവിന്റെ റസൂൽ വന്നിറങ്ങും. എവിടെയാ വന്നിറങ്ങുന്നത്? ശർഖിയ ദമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള. മാത്രമല്ല, എങ്ങനെയാ വന്നിറങ്ങുന്ന രംഗം വിശദീകരിക്കുകയാണ്. ബൈന മഹ്റൂദത്തൈനി വാലിയൻ കഫൈഹി അലാ അജ്നിഹത്തി മലക്കൈൽ, 2 മലക്കിന്റെ ചിറകിൽ കൈവച്ചുകൊണ്ട് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിറങ്ങും. ആർക്കും അവ്യക്തത ഉണ്ടാവില്ല എന്ന്. ഈസാ നബിയാണോ വന്നത്? ഒരു സംശയം ഉണ്ടാവില്ല. ഇദാ തറസഹു ഖതറ വഇദാ റഫാഹു തഹദ്ദറ മിൻഹു ജുമാനുൻ കല്ലുലു. ആ ഈസാ നബി വരുമ്പോ ഈസാ നബിയുടെ മറ്റൊരു അടയാളമാണ്, ദജ്ജാൽ കുറെ അടയാളം പറഞ്ഞല്ലോ, അതുപോലെ ഈസാ നബിയുടെ അടയാളമാണ്. ഈസാ നബി തല താഴ്ത്തിയാൽ വെള്ളത്തുള്ളികൾ നിലത്തേക്ക് വീഴും. തല ഉയർത്തിയാലോ അപ്പോഴും ആ മുടിയിൽ നിന്ന്, ആ ഈസാ നബിയുടെ മുടിയിൽ നിന്ന് ജുമാനത്ത് പോലെ അഥവാ ഏതാണ്ട് മുത്തു സമാനമായ വെള്ളത്തുള്ളികൾ ഇങ്ങനെ തെറിച്ചു വീണുകൊണ്ടിരിക്കും. അത് ഈസാ നബിയുടെ ഒരു പ്രത്യേകതയാണ്. ഈസാ നബിയെ കാണുമ്പോഴൊക്കെ അങ്ങനെ കണ്ടു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശദീകരിച്ച വ്യാഖ്യാതാക്കൾ പറയുന്നത് കാണാം, ഈസാ നബിയുടെ തലയുടെ വിയർപ്പാണത് എന്നാ. ഇപ്പോഴും വെള്ളത്തുള്ളികൾ വീഴുന്ന തരത്തിലാണ് ഈസാ നബിയുടെ ആ മുടി അള്ളാഹു സംവിധാനിച്ചത്. എന്ന് വെച്ചാൽ മുടിന്ന് വെള്ളം വീഴല്ല, നേരെ മറിച്ച് ഈസാ നബിയുടെ വിയർപ്പാണത് എന്ന് ചില പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് കാണാൻ കഴിയും. ഇങ്ങനെ തല കുനിക്കുമ്പോഴും വെള്ളം, തല ഉയർത്തുമ്പോഴും വെള്ളത്തുള്ളികൾ ഇങ്ങനെ തെറിച്ചു വീഴുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ. അത് ഈസാ നബിയുടെ അടയാളമാണ്. ഈസാ നബി ആണോ ഇല്ലേ എന്നതിന്റെ അടയാളമാണ്. മാത്രമല്ല, ആ ഈസാ നബി ആ വെള്ളമിനാരത്തിന് സമീപത്ത് വന്നിറങ്ങുമ്പോ ഒരു സുബഹിന്റെ നേരാണ്. ആളുകളൊക്കെ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ജമാഅത്തിനായി കാത്തു നിൽക്കുമ്പോഴാണ് ഈസാ നബി വന്നിറങ്ങുക. അന്നൊരു ഇമാം ഉണ്ടാവും പള്ളിയിൽ. ആ ഇമാം മഹദി ഇമാം ആയിരിക്കും എന്ന് ചില ഉലമാക്കൾ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ആ ഇമാമ് ഈസാ നബിയെ കാണുമ്പോൾ തന്നെ സ്വാഗതം ചെയ്യാൻ, മർഹബൻ, സ്വാഗതം ചെയ്യാൻ. കാരണം അവർ കാത്തിരിക്കാൻ. കാര്യം ദജ്ജാൽ വന്നാ പിന്നെ ഈസാ നബി പുറകെ വരണം. അപ്പൊ സ്വാഭാവികമായും ഈസാ നബി ഇറങ്ങുന്നത് പ്രതീക്ഷിച്ചിരിക്കണവര്. അപ്പോഴാ ഈസാ നബി വരുന്നത്. അപ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അന്ന് ആ പള്ളിയിലെ ഇമാം പറയാൻ, നിങ്ങൾ ഇമാം നിൽക്ക്. ഈസാ നബി പറയും, ഇല്ല, ഞാൻ പുറകെ നിൽക്കേണ്ട ആളാ, ഞാൻ മഅ്മൂമാണ്. അത് ഈസാ നബി സന്തോഷത്തോടെ പറയുന്ന കാര്യമാണ്. ഈസാ നബി സന്തോഷത്തോടെ പറയുന്ന കാര്യമാണ്. കാര്യം എന്താണെന്നറിയോ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷത്തോടെ അദ്ദേഹം നിർവഹിക്കുന്ന കാര്യമാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായി മാറുക എന്നത്, ഉമ്മത്തിൽ ഒരാളായി മാറുക എന്നത് ഈസാ നബി ആഗ്രഹിച്ച കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരുപാട് പ്രവാചകന്മാരുണ്ടായിട്ട് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് ഈസാ നബി മാത്രം വരുന്നത് ഒരു ചർച്ചയുണ്ട്. ഈസാ നബി മാത്രം വരുന്നത് എന്താണ് എന്ന ഒരു ചർച്ച ഇസ്ലാമിക ലോകം നടത്തുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രം വരുന്നത്? അതിന് കാരണം പറയുന്നിടത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻജീൽ കൊടുത്തപ്പോ വരാനുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ പ്രത്യേകത അവിടെ പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് അവിടെ വിശദീകരിച്ചു. എങ്ങനെ വിശദീകരിച്ചത്?
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار ഈ വിശേഷണം ഇഞ്ചീലിൽ അള്ളാഹു മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞതാ. ഈ വിശേഷണം ഇഞ്ചീലിൽ അഥവാ ഈസാ നബി കൊടുത്ത വേദഗ്രന്ഥത്തിൽ പറയുന്നത് കേട്ട് വായിച്ച് ഉൾക്കൊണ്ടിട്ട് ഈസാ നബി പടച്ചവനോട് ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ജഅൽനി മിൻഹും, അല്ലാഹുവേ എന്നെയും ആ കൂട്ടത്തിൽ പെടുത്തണേ. ഏത് കൂട്ടത്തിൽ? നീ ഇപ്പോൾ എൻ്റെ ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ വിശേഷണമുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണേ അല്ലാ എന്ന് ഈസാ നബി പടച്ചവനോട് ദുആ ചെയ്യാണ്. അല്ലാഹ് സ്വീകരിച്ചതാ. അതാ ലോകാവസാനം ആകുമ്പോ ഈസാ നബി ഇറങ്ങി വരുന്നത്. ഇമാമാകാനാ പറയണ, ഇല്ല ഞാൻ മഅ്മൂമേ ആകുള്ളൂ എന്ന് വെച്ചാ എന്താ കാര്യം? എന്താന്ന് ചോദിച്ചാൽ, ഞാൻ മുഹമ്മദ് നബിയുടെ മില്ലത്താണ്, ആ മില്ലത്തിലാണ്, ആ മില്ലത്തായിക്കൊണ്ടാ വന്നത്, നിങ്ങളിൽ ഒരാളായിക്കൊണ്ടാ വന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് മഅ്മൂമായി എവിടെ വെച്ച് നമസ്കരിക്കുന്നത്?